ബംഗളൂരുവിൽ ഭാര്യ വീട്ടുകാരുടെ മാനസിക പീഡനത്തെ തുടർന്ന് IT ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത കേസിൽ ഭാര്യ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ്. സമൂഹ മാധ്യമങ്ങൾ വീഡിയോ പങ്കുവച്ച ശേഷമാണ് ഉത്തർപ്രദേശ് സ്വദേശി അതുൽ സുഭാഷ് ജീവനൊടുക്കിയത്. मुझे खुद को ही खत्म कर लेना बेस्ट है मेरे लिए, क्योंकि जो मैं पैसे कमा रहा हूँ उसी से मैं अपने दुश्मन को बलवान बना रहा हूँ. वही पैसे मुझे ही बर्बाद करने के लिए यूज हो रहे हैं और ये साइकिल बढ़ता ही रहेगा, है ना. मेरे ही टैक्सेस के पैसे से ये कोर्ट, ये पुलिस सिस्टम मुझे और मेरी फैमिली को और बाकी लोगों को भी हैरास करेगा जो अच्छे लोग हैं. ഭാര്യ വീട്ടുകാരിൽ നിന്ന് നേരിടേണ്ടി വന്ന മാനസിക പീഡനം വിശദീകരിച്ച് അതുൽ സുഭാഷ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോ വ്യാപക ചർച്ചയായിരുന്നു. തുടർന്നാണ് പ്രതികളെ പിടികൂടാൻ പോലീസിന് സമ്മർദ്ദമേറിയത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതികൾക്കായി ബംഗളൂരു ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. അതുലിന്റെ ഭാര്യ നികിതയെ ഗുരുഗ്രാമിൽ നിന്നും, ഭാര്യ മാതാവ് നിശ, ഭാര്യ സഹോദരൻ അനുരാഗ് എന്നിവരെ പ്രയാഗ്രാജിൽ നിന്നും പിടികൂടി. വിവാഹശേഷം ക്രൂരമായ മാനസിക പീഡനത്തിന് താൻ ഇരയായിട്ടുണ്ടെന്നായിരുന്നു ജീവനൊടുക്കുന്നതിന് തൊട്ടുമുമ്പുള്ള അതുലിന്റെ വെളിപ്പെടുത്തൽ. അതുലിനെ സമ്മർദ്ദത്തിലാക്കാൻ സ്ത്രീധന പീഡനം, പ്രകൃതിവിരുദ്ധ പീഡനം എന്നിവ വ്യാജമായി സൃഷ്ടിച്ചു. ഭാര്യാപിതാവിന്റെ മരണത്തിൽ പങ്കുണ്ടെന്ന തരത്തിലും വ്യാജ പരാതികൾ നൽകി. വിവാഹമോചനത്തിനായി 3 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അതുൽ വെളിപ്പെടുത്തി. ഭാര്യയുടെ കുടുംബത്തിന് സകല പിന്തുണയുമായി ഉത്തർപ്രദേശിലെ കുടുംബ കോടതി ജഡ്ജി കൂട്ടുനിന്നുവെന്നും ആരോപണമുയർന്നു. ഈ കാര്യം അന്വേഷിക്കുന്നതിനായി UP ജൗൻപൂരിലെ കുടുംബ കോടതിയിലെത്തി ബംഗളൂരു പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. 24 ബംഗളൂരു.